ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടിട്ടുള്ള മൂവി എന്ന് പറയുന്നത് 2025 ഈ കൊല്ലം തന്നെ ഇറങ്ങിയ ഒരു കിഡ് എന്ന് വെച്ചൊരു കിഡിലെ മൂവി തന്നെയാണ്. അതായത് വളരെ ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് പേര് ഈ കൊല്ലം കണ്ടൊരു മൂവിയും കൂടിയാണ് ഈ മൂവി എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻഗേജിങ് ആണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഒരു ബോർ അടിക്കത്തില്ല. കാരണം അത്രയും അടിപൊളിയായിട്ട് ഒരു ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു കിഡിലെ മൂവിയാണ്. നമ്മൾ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അപ്പോൾ ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരാളൊരു പാവയുമായിട്ട് ഒരു ഷോപ്പിലോട്ട് കയറി വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അയാൾ കയറി വരുമ്പോൾ തന്നെ ആ ഷോപ്പിലത്തെ ഓണർ ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ മേത്ത് രക്തമൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് എൻ്റെ രക്തമല്ല, അതൊന്നും മറ്റൊക്കെ ഞാൻ പിന്നെ വരാം, പിന്നെ ഈ പാവ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് ഇത് ഇവിടെ തിരിച്ചെടുക്കണം എന്ന് പറയും. അപ്പോൾ ഇയാളതിനും പറയും അതൊന്നും പറ്റത്തില്ല, നീ ഇവിടുത്തെ ഈ ബോർഡ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഒന്ന് കാണിച്ചു കൊടുക്കും. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടുന്ന് വാങ്ങിച്ച ടോയ്സ് ഒന്നും തിരിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറയും ടോയോ, ഇതിന് ടോയോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും ആ ഓണർ പറയും ശരി ശരി ഞാൻ തിരിച്ചെടുക്കാം, പക്ഷേ ഇതിൻ്റെ കൈ ഇപ്പം മേലോട്ടാണോ ഇരിക്കുന്നത്, ഇത് താഴ്ന്നിട്ടല്ലേ ഇരുന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അയ്യോ അതിനെപ്പറ്റി ഒന്നും പറയണ്ട, ഇതിനി താഴ്ത്തി കഴിഞ്ഞാൽ തീർന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും തന്നെ ഈ ടോയ് ഉണ്ടല്ലോ ആ പാവ ഇങ്ങനെ അതിൻ്റെ ആ കൈ ഉണ്ടല്ലോ, ആ കൈ ഇങ്ങനെ ഇട്ടിങ്ങനെ അടിക്കാൻ തുടങ്ങും. ആ ഡ്രമ്മിലിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഈ അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ പാവയായി വന്ന ആളുണ്ടല്ലോ, അയാൾ മെല്ലെ ഇങ്ങനെ ബാക്കിലോട്ട് വരും. കാരണം അയാൾക്കറിയാം ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അങ്ങനെ അയാൾ ബാക്കിലോട്ട് മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു എലി ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക, ഒരു കയറുണ്ട് അവിടെ, ആ കയറിങ്ങനെ കടിക്കും. ആ കയർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, ഒരു അമ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുമ്മയ്ക്കാണ്. അതുമ്മത്തെ ആ അമ്പ് പോയിട്ട് നേരെ ഈ ഷോപ്പ് ഓണർ ഉണ്ടല്ലോ അയാളുടെ വയറ്റിലോട്ട് പോയിട്ടാണ്ട് കയറും. കയറുന്നോ തീർന്നിട്ടില്ല. കാരണം ആ ടോയ് വീണ്ടും അതിൻ്റെ കൈ ഇങ്ങനെ അനക്കുമ്പോഴത്തേക്കും അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ കുടലും ഇതെല്ലാം പുറത്തോട്ട് വരും. ആ പാവ അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലും. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഈ പാവയായി വന്ന ആളുണ്ടല്ലോ അയാളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് ഗണ്ണൊക്കെ എടുത്തിട്ട് എന്താ പറയുക അവിടെ വെച്ച് തീ കൊളുത്താണ്. കാരണം ആ ഷോപ്പും ആ പാവയും അവിടെ വെച്ച് തീ കൊളുത്താണ്. കാരണം ഇത് വേറെ ആരുടെ കയ്യിൽ കിട്ടരുത് എന്ന് ആലോചിച്ച് തന്നെ അയാൾ അവിടെ വെച്ച് തന്നെ ഇത് നശിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ കഥയിലെ ഹീറോനെ കാണിക്കുകയാണ്. അപ്പോൾ ഹീറോയും അവൻ്റെ ഒരു സഹോദരനുണ്ട്, ഇവർ ട്വിൻസാണ്. ഇതിൽ ഈ കണ്ണാടച്ചയൊക്കെ ഉണ്ടല്ലോ, ഇതാണ് ഇതിലത്തെ ഹീറോ എന്ന് പറയുന്നത്. ഈ ഹീറോയ്ക്ക് ഈ ബില്ലിനെ, അവൻ്റെ സഹോദരനായിട്ടുള്ള ബില്ലിനെ തീരെ ഇഷ്ടമല്ല. കാരണം ഇവർ ഒരു 3 മിനിറ്റ് വ്യത്യാസത്തിലാണ് ജനിച്ചത്. അതിലപ്പോൾ ബില്ല് അവനാണ് മൂത്തത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ഹീറോനെ ഉപദ്രവിക്കും. അതുകൊണ്ട് തന്നെ തീരെ ഇവന് ഇഷ്ടമല്ല. എത്രത്തോളം ഇഷ്ടമല്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവനൊരു വട്ടം രാത്രി എന്താ പറയുക, നമ്മുടെ ഈ ബില്ലുണ്ടല്ലോ, ഈ ബില്ലിനെ നമ്മളെ ഹീറോ കൊല്ലാനെല്ലാം നോക്കുന്നുണ്ട്. അതായത് ഒരു വലിയൊരു മറ്റേ ഇതുണ്ടല്ലോ, ഒരു ബോൾ നമ്മളിങ്ങനെ എറിയുന്ന ബോൾ, ഇരുമ്പിൻ്റെ ബോൾ, അതെടുത്ത് തലക്കടിച്ച് കൊല്ലാനെല്ലാം നോക്കുന്നുണ്ട്. അത്രത്തോളം ദേഷ്യത്തിലാണ് ഇവരെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അമ്മയാണെങ്കിലോ അച്ഛൻ പോയതിന് ശേഷം ഇപ്പോൾ ഒരു പണക്കാരനായ ഒരാളെ തന്നെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇവർ കുട്ടികളെ നോക്കുന്നത്. ഒരു സമയത്ത് ഇങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട് നമ്മളെ അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ മരിച്ചൊന്നും പോയി കാണത്തില്ല, സിഗരറ്റ് വാങ്ങാനാണ് പിന്നെ പോയതാ, പിന്നെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അത് അവിടെ വേണമെങ്കിൽ പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോ എന്നെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു റൂമുണ്ട്, അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പറയുന്ന താമസം ഇവരത് പോയിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്കതിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ വരുന്ന നോക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് ആ പാവ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് സീനിൽ കാണിച്ച ആ മങ്കിപ്പാവ, ആ പാവേനെ നമ്മളെ ബില്ലിനിങ്ങനെ കിട്ടുന്നുണ്ട്. അതൊരു പെട്ടി ഇങ്ങനെ അടച്ചു വെച്ച രീതിയിലാണ് അതിരിക്കുന്നത്. അതിങ്ങനെ കിട്ടുന്നുണ്ട്. അതിങ്ങനെ കിട്ടിയിട്ട് തന്നെ നോക്കിയിട്ട് ബില്ലിങ്ങനെ പറയും എന്ത് അഴുക്ക് പാവയാണിത്, ഒരു രസമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ വേസ്റ്റ് ബിന്നിൽ കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എറിയും. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എന്നിട്ട് പറയും ഇത് അച്ഛൻ്റെ സാധനങ്ങളല്ലേ, അങ്ങനെ കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവൻ ബില്ലിന് പറയും അച്ഛൻ നമ്മളിട്ട് പോയതല്ലേ, എന്ത് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ബില്ലെന്ന് പറയുന്നത്. ബില്ലെന്ന് പറയുന്നത് ഒരു അഴുക്ക് ചെക്കനാട്ടോ. പിന്നീട് നമ്മുടെ ബില്ല് എന്താ പറയുക, പാവയുടെ പുറകിലൊരു കീ ഉണ്ട്, അത് പിടിച്ചിങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും ഈ പാവ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, അതിൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ അത് ശരിയായിട്ട് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബില്ല് അതെടുത്തിട്ട് ഞാൻ ഇവിടുന്ന് കളയും. എന്നിട്ട് അവൻ എടുത്തിട്ട് ഹീറോയുടെ അടുത്തോട്ട് കളയും. അതിനുശേഷം നമ്മുടെ അമേരിക്കയിലെ മുത്തുച്ചിപ്പി പോലത്തെ ഒരു ബുക്കുണ്ട്, അത് എടുത്തിട്ട് അവൻ എന്നെ കുറച്ച് നേരത്തേക്ക് ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മുടെ ഇവർക്കൊരു ബേബി സിറ്റർ ഉണ്ട്. അപ്പോൾ ഈ ബേബി സിറ്ററും ഇവരൊക്കെ ആയിട്ട് ഇപ്പോൾ എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഇപ്പോൾ കാറിലോട്ട് വന്ന് ബാക്കിലോട്ട് വന്ന് കയറുമ്പോഴത്തേക്കും അവിടെ ഉണ്ട് ഇന്നലെ കണ്ട ആ മങ്കീത്തെ ടോയ് ഉണ്ടല്ലോ, ആ ടോയിന് ഇരിക്കുന്നത്. പക്ഷെ അതാണ് അവരത്ര ശ്രദ്ധിക്കുന്നില്ല. അവരൊന്നും നോക്കാണ്ട് ഇവരിപ്പോൾ പോകുന്നത് എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്, ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇവർ പോകുന്നത്. അവിടെയാണെങ്കിൽ ഒരു ഷെഫ് ഉണ്ട്. അപ്പോൾ ആ ഷെഫ് ഇവരെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പാചകമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, കത്തി വെച്ചിട്ട് ഫയർ വെച്ചിട്ടൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ പാവേനെ കാണിക്കുമ്പോഴത്തേക്കും ആ കാറിൽ ബാക്ക് സീറ്റിൽ ഇരുന്ന പാവ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൽ എത്തിയിട്ടുണ്ട്. അതെങ്ങനെ പോയി നമുക്കറിയത്തില്ല. അങ്ങനെ അതിപ്പോൾ കാർ ഓടിച്ച് പോകാനെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രം ഉണ്ടല്ലോ, അതിങ്ങനെ ഡും ഡും ആയിട്ട് ഇങ്ങനെ കൊട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ
ഇവിടെ എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ട്രെയിൻ ഷെഫ് ഉണ്ടല്ലോ, അയാളുടെ കയ്യിലിരിക്കുന്ന വാളിങ്ങനെ വീശുന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ബേബി സിറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ തല ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നിലത്തോട്ട് അവിടെ ഇരിക്കുന്ന അതിലോട്ട് വീഴും. വീഴുമ്പോഴത്തേക്കും അതെല്ലാം കണ്ടിട്ട് ഒരു നല്ല രീതിയിൽ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് എന്താ പറയുക, ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ആ ബേബി സിറ്ററിൻ്റെ മരിച്ചതിൻ്റെ ചടങ്ങുകളിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവരുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മനുഷ്യരായ എന്തായാലും ഒരു നാൾ മരിക്കും, ഞാനും ഒരു നാൾ മരിക്കും, എന്തായാലും ഉള്ള ജീവിതം നല്ലപോലെ ജീവിക്കാൻ നോക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അവരെ വീട്ടിലെ ഒരു ബേബി സിറ്ററാണ് മരിച്ചത്. അതൊന്നും നോക്കാതെ മൂന്നും കൂടിയിട്ട് ഇങ്ങനെ പാട്ടും വെച്ച് ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഹീറോ ഇപ്പോൾ സ്കൂളിലോട്ട് പോവാണ്. സ്കൂളിലോട്ട് പോകുമ്പോൾ അവിടെ സാധാരണ ബോയ്സല്ലേ റാഗ് ചെയ്യാറ്, പക്ഷേ ഇപ്പോൾ ഗേൾസ് ഇവനെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നിൻ്റെ അച്ഛനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റാഗ് ചെയ്തിട്ട് ഇവൻ്റെ പാൻറ്റെല്ലാം മൂടിയിട്ട് വിടുന്നുണ്ട്, തിരിച്ച് വീട്ടിലോട്ട് വിടുന്നുണ്ട്. അങ്ങനെ ഇവനിപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ വിഷമിച്ചിട്ട് അവൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. വീട്ടിൽ അവൻ്റെ റൂമിൽ നിന്ന് വന്നിരിക്കുമ്പോഴത്തേക്കും ആ പാവ ഉണ്ടല്ലോ, ആ പാവ അവൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അവൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ റൂമിൽ ഇപ്പോൾ ആരാ ഈ പാവ ഉണ്ടച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മ പറയും, നീ എപ്പോഴാണോ ആ പാവനെ എടുത്തത് അത് മുതൽ ആ റൂമിലുണ്ടല്ലോ എന്നിങ്ങനെ പറയും. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് അവൻ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും അവനൊരു ഡൗട്ട്, അല്ല ഇനി ഈ മരണങ്ങളെല്ലാം നടന്നത് ഇനി ഈ പാവ കാരനാണോ? എന്നിട്ട് ഞാൻ പാവയോട് ചോദിക്കുന്നുണ്ട്, എടാ കുരങ്ങ, നീ കാരണമാണോ ഇതെല്ലാം സംഭവിച്ചത് എന്നെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട് ആ പാവോട്. അങ്ങനെ ഇവനിങ്ങനെ ഈ കുരങ്ങനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവൻ്റെ ബ്രദർ ഉണ്ടല്ലോ ബില്ല് വന്നിട്ട് ഇങ്ങനെ ഓരോ വൃത്തിയിട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇവനൊരു അഴുക്ക ചെക്കനാണ്. അവൻ വന്നിട്ട് വെറുതെ ഇവനെ ചൊറിഞ്ഞിട്ട് ഓരോ വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പോൾ എന്താ പറയുക, ഹീറോ ഇപ്പോൾ സ്കൂളിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അവൻ സ്കൂളിലോട്ട് പോയിട്ട് അവൻ്റെ ബാഗ് തുറന്ന് നോക്കുമ്പോഴായിട്ട് അതിനുള്ളിൽ ആ കുരങ്ങിരിക്കുന്നു. എങ്ങനെ വന്നെന്നൊന്നും ഒരു പിടിയില്ല. അങ്ങനെ ഇത് അവൻ്റെ ഫ്രണ്ട്സും കാണുന്നുണ്ട്. കണ്ടിട്ട് അവനെ കളിയാക്കുന്നുണ്ട്, മാഡം ഇത് നോക്കിയേ, ഒരു കുരങ്ങൻ മറ്റൊരു കുരങ്ങൻ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇവൻ എന്താ പറയുക, സ്കൂളിൻ്റെ പുറത്തിരിക്കുമ്പോൾ പോലും എന്താ പറയുക, കുറേ പെണ്ണുങ്ങൾ വന്നിട്ട് ഇവൻ്റെ മേത്തോട്ട് എന്താ പറയുക, കുറേ പഴത്തൊലികളും അങ്ങനെ കുറേ വേസ്റ്റൊക്കെ വന്നിട്ട് ഇവൻ്റെ മേത്തോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും കണ്ട് ഇവന് സഹിക്കാൻ പറ്റാത്ത വീട്ടിലോട്ട് അകത്തോട്ട് കയറി വന്നിട്ട് എന്താ പറയുക, കുരങ്ങനോട് ചൂടാവുന്നുണ്ട്, കേട്ടോ നീ ഇതെല്ലാം നോക്കിയിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിനക്ക് എന്തോ ഒരു പവർ ഉണ്ടെന്നുള്ള കാര്യം. ഇതാണ് എൻ്റെ ആദ്യത്തെ വിഷ്, നീ എൻ്റെ ബ്രദറാണെന്ന് നോക്കണ്ട, ആ ബില്ലിനെ അങ്ങോട്ട് കൊന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ചാവി ഉണ്ടല്ലോ, അതിൻ്റെ പുറകിലൊരു കീ ഉണ്ട്, ആ കീ പിടിച്ച് ഇങ്ങനെ തിരിക്കുകയാണ്. അതായത് സ്വന്തം ബ്രദറാന്ന് പോലും നോക്കാതെ തന്നെ സ്വന്തം ബ്രദറിനെ കൊന്നോ എന്ന് പറഞ്ഞിട്ട് ആ ചാവി പിടിച്ച് തിരിക്കുകയാണ്. ആ ചാവി പിടിച്ച് തിരിക്കുമ്പോഴത്തേക്കും ഈ കുരങ്ങനുണ്ടല്ലോ ആ ഡ്രം ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ഇപ്പോൾ താഴെ ഇപ്പോൾ ബില്ലും അവൻ്റെ അമ്മയുമാണ് ഉള്ളത്. ഓക്കെ. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ബില്ലാണ് മരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മളൊരു ട്വിസ്റ്റ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയുണ്ടല്ലോ, അവൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് എന്താ പറയുക, ബ്ലഡെല്ലാം വന്നിട്ട് എന്താ പറയുക, അവൻ്റെ അമ്മ അവിടെ വെച്ച് തന്നെ അങ്ങനെ മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സത്യം പറയാലോ, ഇത് നമ്മൾ പോലും പ്രതീക്ഷിച്ച് പോകത്തില്ല. നമ്മൾ വിചാരിക്കും ബില്ലാണ് മരിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മരിച്ചിട്ടുള്ളത് ഇവൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇപ്പോൾ അവൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ മൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെന്നെ എടുത്ത് വളർത്താൻ പോകുന്നത് അവൻ്റെ അമ്മയുടെ സഹോദരിയും അതിൻ്റെ ഭർത്താവുമാണ്. അപ്പോൾ ഹീറോ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എല്ലാവരുടെയും വിചാരം എൻ്റെ അമ്മ മരിച്ചത് എന്താ പറയുക, എന്തോ ഒരു അസുഖം കാരണമാണ്. പക്ഷേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആ കുരങ്ങൻ ചെയ്ത കാരണമാണത്. എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരങ്ങൻ നമ്മൾ പറയുന്ന ആളെ അല്ല കൊല്ലുന്നത്, അതിനിഷ്ടമുള്ള ആരൊക്കെയാണോ അവരെയാണ് വേണ്ടി കൊല്ലുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവനങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഇവൻ ഈ കുരങ്ങൻ എന്താ പറയുക, ഇയാളുണ്ടല്ലോ നമ്മുടെ ഹീറോ ഇനി കുരങ്ങനെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഒരു പെട്ടിയിൽ അടച്ചിട്ട് സീൽ ചെയ്തിട്ട് അവനങ്ങനെ വെക്കുകയാണ്. അങ്ങനെ ഇവനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു സ്റ്റെയർകേസിൽ ഇരിക്കുമ്പോൾ അവൻ്റെ മാമനാണ് വന്നിട്ട് എന്താ പറയുക, അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബില്ലും ഹീറോയും കൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് മാത്രം ഉറക്കം വരുന്നില്ല. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് അവൻ ബേസ്മെൻറ്റിലോട്ട് പോയിട്ട് ആ പാവയെ വീണ്ടും തിരിച്ചെടുക്കുകയാണ്. എടുത്തിട്ട് അതിനെങ്ങനെയും കൊല്ലണം എന്ന രീതിയിൽ എന്താ പറയുക, അവനൊരു കത്തി എടുത്തിട്ട് അതിൻ്റെ കൈ അങ്ങ് വെട്ടുകയാണ്. വെട്ടുമ്പോഴത്തേക്കാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ശരിക്കൊരു മനുഷ്യൻ, ജീവനുള്ള ഒരു സാധനത്തെ കൊല്ലുമ്പോഴുള്ള ആ രക്തം വരത്തില്ലേ, അതേപോലെ അതിനും രക്തം വരുന്നു. പക്ഷെ അതൊന്നും അവൻ നോക്കാതെ വീണ്ടും ചന്നം പിന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, കത്തി വെച്ചിട്ട് മുറിച്ച് അടിച്ചിട്ട് അതിനൊരു കവറിലാക്കിയിട്ട് അവൻ എന്താ പറയുക കൊണ്ടിടുകയാണ്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ ആ മാമനും അവൻ്റെ ആ ഇതുണ്ടല്ലോ ആൻറ്റി, അവരിപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലം അവിടെ താമസിക്കാവുന്ന രീതിയിൽ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ അവരവിടെ എത്തിയിട്ട് എന്താ പറയുക, അവരിപ്പോൾ എന്തെങ്കിലും ഇരിക്കുകയാണ്. നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട് ഇവർക്ക്. കാരണം ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങോട്ട് വരാൻ, എന്നാലും വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബില്ല് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ
കണ്ണാടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്തോ രൂപം ഇങ്ങനെ കാണും. അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കാണ് ആഹാ! ആ നിൽക്കുന്നു വീണ്ടും ആ കുരങ്ങൻ. ആ കുരങ്ങൻ അവിടെ കാണും. അവനവനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ആ കുരങ്ങൻ ഇപ്പോൾ അകത്ത് വന്നിരിക്കുന്നു. അകത്ത് വന്നിരിക്കുമ്പോൾ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരങ്ങിനെയും എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോൻ്റെ റൂമിലോട്ട് വരും. ഹീറോൻ്റെ റൂമിലോട്ട് വന്നിട്ട് അല്ല ഇത് നമ്മളെ വീട്ടിലല്ലേ വെച്ചത്. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ എടാ ഇത് ഞാൻ അടിച്ച് പീസാക്കിയിട്ട് വെച്ചതായിരുന്നു. ഇതെങ്ങനെ ഒന്നിച്ചൊന്നും പോയി എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ബില്ല് ഇങ്ങനെ പറയും അല്ല ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഇതിനെന്തൊക്കെയോ പാടുകളുണ്ട് എന്നിങ്ങനെ പറയുമ്പം ഇവൻ പറയും അല്ല നീ പറയുന്നത് ഇവിടെ നടന്ന കൊലപാതകങ്ങളെല്ലാം ഇത് കാരണമാണോ എന്ന്. അപ്പോൾ ബില്ല് പറയും എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ഓൾറെഡി ഒരു കുരുത്തപ്പെട്ട ചെക്കനാണെന്ന് നമുക്കറിയാം. അങ്ങനെ ബില്ല് എന്താണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കീ ഉണ്ടല്ലോ അത് പിടിച്ചങ്ങ് തിരിക്കും. തിരിക്കുമ്പോഴത്തേക്കാണ് പാവം നമ്മുടെ ഇവനുണ്ടല്ലോ അവൻ്റെ മാമൻ, ആ ഗൃതാവ് വെച്ചവരെ മാമൻ, ആ മാമനാണ് ഒന്നും അറിയാത്ത മാമനാണ് മരിക്കുന്നത്. എങ്ങനെ മരിക്കുന്നതെന്ന് അറിയുമോ? അതായത് ഈ മാമൻ ഒന്നും അറിയാതെ ഇങ്ങനെ ഉമ്മർത്തിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും എവിടെയെന്ന് അറിയില്ല കുറേ കുതിരകൾ വന്നിട്ട് ഇതിൻ്റെ മേത്തോട്ട് ചവിട്ടിയിട്ടാണ് ആ മാമൻ ഇവിടെ നിന്ന് മരിക്കുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ബില്ലിനും ഇതിലെന്തോ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവ എടുത്തൊരു ഡ്രമ്മിലാക്കിയിട്ട് നല്ല രീതിയിൽ ചങ്ങലയൊക്കെ ഇട്ട് കെട്ടിയിട്ട് അവരെടുത്തൊരു പൊട്ടക്കിണറുണ്ട്, അതായത് ഒരു കിണർ പോലത്തെ സംഭവം, അതിനുള്ളിലോട്ട് ഇടുകയാണ്. അതിനി ആർക്കും ഇത് കിട്ടുന്ന രീതിയിൽ അവർ അതിലോട്ട് ഇട്ടിട്ട് ഇവിടുന്ന് അവർ നാട് വിടുകയാണ് ചെയ്യുന്നത്. എന്നേക്കുമായിട്ട് ഈ നാട് വിട്ടൊരു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ആൻറ്റി ഉണ്ടല്ലോ ഇവരുടെ അമ്മയുടെ സഹോദരി, ആ സഹോദരിയെ കാണിക്കുമ്പോഴത്തേക്കും അതിപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്താ പറയുക എന്തോ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അടിയിൽ നിന്ന്. ചേട്ടാ ഇതിപ്പോൾ ഈ നേരത്ത് പാട്ട് വയ്ക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ആ ആൻറ്റി ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങി വരികയാണ്. എൻ്റെ കയ്യിൽ ഗണ്ണെല്ലാം ഉണ്ട്, അതൊക്കെ എല്ലാം എടുത്തിട്ട് അടിയിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും കാണുന്നില്ല. അവിടെ എല്ലാം നോക്കുന്നുണ്ട്, അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ തിരിച്ച് കയറി വരുമ്പോഴത്തേക്കും അതൊരു മരത്തിൻ്റെ സ്റ്റെയർകേസ് ആയിരുന്നു. അത് ഒടിയാണ്. ഒടിഞ്ഞ് ആൻറ്റി നേരെ താഴത്തോട്ട് വീഴാണ്. താഴത്തോട്ട് വീഴുമ്പോഴത്തേക്കും ആൻറ്റിയുടെ കാതിലും ഇതിലെ ഓരോ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം മുഖത്തോട്ട് കുത്തി കയറുകയാണ്. കയറുമ്പോഴത്തേക്കും അതെല്ലാം മെല്ലെ എടുത്തിട്ട് എന്താ പറയുക അതിനെല്ലാം മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക എന്തോ ഒരു ഗ്യാസ് ലീക്കായ സ്മെല്ല്. അപ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ല് എവിടെനിന്നാണ് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് എവിടെനിന്നാണ് വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ അടുത്തെത്തിയിട്ട് സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങോട്ട് കത്തുകയാണ്. കത്തുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് മരുന്ന് പുരട്ടിയതുകൊണ്ട്, അതായത് മരുന്ന് എന്തോ കത്തണ സാധനമാണ്, അതായത് എന്തോ ആൽക്കഹോളിൻ്റെ കണ്ടൻറ് ഉണ്ടെന്ന് തോന്നുന്നു. അതെന്തോ കത്തിയിട്ട് ഇപ്പോൾ തല മൊത്തം ഒന്നാകെ കത്തിയിട്ട് നിൽക്കുകയാണ്. കത്തിയിട്ട് അവൾ പുറത്തോട്ട് ഓടി വരുമ്പോഴത്തേക്കും പുറത്തൊരു ഫ്ലവർ വേസ് എന്തോ വെച്ചിട്ടുണ്ട്, അതെല്ലാം തടഞ്ഞ് എന്താ പറയുക നമ്മുടെ പോസ്റ്റ് കാർഡെല്ലാം ഇടുന്ന ആ സംഭവം ഉണ്ടല്ലോ ആ ബോക്സിൻ്റെ ഒരു കൂർത്തായിട്ടൊരു മൊനയുണ്ട്. ആ മൊനയുമ്മേ തല ഇട്ടിച്ചിട്ട് ക്രൂരമായിട്ട് തന്നെ മരിക്കുകയാണ്. വളരെ ക്രൂരമായിട്ട് തന്നെ ആ ആൻറ്റി അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയും വില്ലനെല്ലാം ഇപ്പോൾ വളർന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ബില്ല് എവിടെയെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഹീറോ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നത് മറ്റൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യയ്ക്ക് ഹീറോയോടൊപ്പം താമസിക്കാൻ തീരെ താല്പര്യമില്ല. നമ്മുടെ ഹീറോയുടെ ഭാര്യ ഇപ്പോൾ വേറൊരു സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അയാളുമായിട്ട് വന്നിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ഭാര്യ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ഭാര്യ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അയാൾ നമ്മുടെ ഹീറോയുടെ മോനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഹീറോയുടെ മോനെ കാണാനേ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഹീറോയുടെ ഭാര്യ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയുടെ മോനും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അതേ സമയം മറ്റൊരിടത്ത് ഒരു മുടിയെല്ലാം വളർത്തിയിട്ട് കണ്ടാൽ കുളിക്കാത്തൊരു ചങ്ങായി കണ്ണാടെല്ലാം വെച്ചിട്ട് അങ്ങനെ പോവുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച കുറേ സംഭവങ്ങളുണ്ടായി, അതെല്ലാം വന്നിട്ട് ഇവിടെ വന്നിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടത്തോട്ടാണ് ഇയാൾ പോകുന്നത്. പോയിട്ട് ഓരോ സാധനങ്ങളിങ്ങനെ നോക്കിയിട്ട് അവിടെ ഉണ്ട് ആ മറ്റേ പാവുണ്ടല്ലോ അതിങ്ങനെ ഇരിക്കുന്നത്. അത് ഇവന് കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ പൈസ കൊടുത്തിട്ട് അവിടുന്ന് വാങ്ങുകയാണ്. ഈ പൈസ കൊടുത്തിട്ട് കാലനെ വാങ്ങാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഹീറോനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയും അവൻ്റെ മകനും കൂടിയിട്ട് ഇപ്പോൾ എന്താ പറയുക റൂമിൽ ഇരിക്കുകയാണ്. റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോൻ്റെ മകൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ്റെ സിബ്ലിങ്സ് ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ പറയും അല്ല ഞാൻ ഒറ്റ മോനാ എന്നിങ്ങനെ കള്ളം പറയും. അങ്ങനെ അവൻ ചോദിക്കും അല്ല അച്ഛൻ്റെ അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമേ ഇവന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും നമ്മുടെ ഹീറോ. അവൻ്റെ മോന് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവരിതെല്ലാം പറഞ്ഞിട്ട് തിരിച്ച് കിടന്ന് ഉറങ്ങാൻ പോകും. ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ ഹീറോ ഒരു സ്വപ്നം കാണും. സ്വപ്നത്തിൽ വേറൊന്നുമല്ല, നമ്മുടെ ആ മറ്റേ പാവുണ്ടല്ലോ ആ പാവ ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ
അതുപോലെ തന്നെ ഹീറോ ഒരു വലിയ ഒരു കിണർ പോലത്തെ സംഭവം ഉണ്ടല്ലോ, ആ പാവേനിട്ട കിണർ, ആ കിണറ്റിലോട്ട് ഇങ്ങനെ വീഴുന്ന പോലെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു നൈറ്റ് മെയർ പോലെ സംഭവം അവൻ കണ്ടിട്ട് ഞെട്ടി എണീക്കുകയാണ്. ഞെട്ടി എണീച്ചിട്ട് മാത്രമല്ല, എന്താ പറയുക, ഹീറോനെ എന്താ പറയുക, മറ്റേ ആ പാവ ഉണ്ടല്ലോ, ആ പാവ ഇതുപോലൊരു ഇതിൽ കെടുത്തിയിട്ട് ഹീറോനെ എന്താ പറയുക മുഖത്തെല്ലാം മറ്റേ കുത്തുന്ന പോലെയൊക്കെ സ്വപ്നം കണ്ട് അവൻ ഞെട്ടി എണീക്കുകയാണ്. അങ്ങനെ ഹീറോ ഇങ്ങനെ ഞെട്ടി എണീച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ ഫോണിലോട്ടൊരു കോൾ വരികയാണ്. അത് മറ്റാരുടെ അല്ല, ബില്ലിൻ്റെ കോളായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ കോൾ എടുത്തിട്ട് പറയും, "ഹേ ബിൽ, ഇത് ശരിക്കും നീയാണോ? നീ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ?" എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ബില്ല് പറയും, "അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ ഒരു കാര്യം പറഞ്ഞോ, നമ്മുടെ ആ ആൻറ്റി ഇല്ലേ, അത് മരിച്ചു" എന്ന് പറയും. അപ്പോൾ ഇവനാണേലും പറയും, അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും, "മറ്റെങ്ങനെയല്ല, നമ്മുടെ ബേബി സിറ്റർ മരിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു ദുരൂഹമായ ആക്സിഡൻറ്റിലൂടെയാണ് നമ്മൾ ഇവിടെ മരിച്ചത്" എന്ന് പറയും. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഹീറോ അത്ര വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബില്ല് പറയും, "അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാനൊരു കാര്യം അറിഞ്ഞു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാവ കൊല്ലുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു കാര്യം അറിഞ്ഞു. അതായത് ഈ പാവ വൺസ് ഒരാളെ കൊല്ലൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡ് ലൈനിലുള്ള എല്ലാവരും അത് കൊന്നിട്ട് അടങ്ങത്തുള്ളൂ. അങ്ങനെയാണ് ആദ്യം നമ്മുടെ അമ്മയെ കൊന്നു, പിന്നെ നമ്മുടെ അങ്കിളിനെ കൊന്നു, പിന്നെ നമ്മുടെ ആൻറ്റിയെ കൊന്നു, നെക്സ്റ്റ് ഇനി നമ്മളെ രണ്ടുപേരെയും കൊല്ലും" എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവൻ പറയും, ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ നീയല്ലേ ആദ്യം മരിക്കുക" എന്ന് പറയുമ്പോൾ പറയും, "അതെ, അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ മകനുണ്ടല്ലോ ഇപ്പോൾ നമ്മളെ ഫാമിലിയോട്ട് വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് നിൻ്റെ മകനെയും കൊല്ലും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ആ കിണറ്റിൽ ഇപ്പോൾ ആ പാവ ഉണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അവിടെ ഇല്ലയെന്ന്, കാരണം അതിപ്പോഴും കൊല്ലലൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് അവിടെ ഇപ്പോഴും ഇല്ലയെന്ന് തോന്നുന്നു" പറയുമ്പോൾ ഇവൻ പറയും, ഹീറോ പറയും, "അപ്പം നിനക്കാ നോക്കിയാൽ പോരെ, നിനക്കറിയത്തില്ലേ ഇതിനെ പറ്റിയിട്ട്, അപ്പോൾ നിനക്കതിനെ സ്റ്റോപ്പ് ചെയ്താൽ പോരെ" എന്ന് പറയുമ്പോൾ നമ്മുടെ ബില്ലുണ്ടല്ലോ, ബില്ലിന് ദേഷ്യം പിടിച്ചിട്ട് കോൾ കട്ട് ചെയ്യാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ അതേ സമയം തന്നെ നമ്മുടെ ഹീറോ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നൊരു എ സിയുടെ വയർ ഇങ്ങനെ കട്ടായിട്ട്, അതെങ്ങനെയാ അറിയത്തില്ല, എ സിയുടെ വയർ ഇങ്ങനെ കട്ടായിട്ട് ആ എ സി നിലത്തോട്ട് വീഴുകയാണ്. അപ്പോൾ ആ എ സിയുടെ വയറിൽ നിന്നുള്ള ആ കറണ്ട് ഉണ്ടല്ലോ, അവിടെ പൊട്ടിത്തെറിച്ചിട്ട് ആ കറണ്ട് മൊത്തം, അവിടെ ഒരു പൂളാണ്, നിൽക്കുന്ന സ്ഥലത്ത് ഒരു മൊത്തം പൂളാണ്. അപ്പോൾ ആ പൂളിൽ മൊത്തം വെള്ളമാണല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ മൊത്തം ഈ കറണ്ട് ആവുകയാണ്. കറണ്ട് ആകുമ്പോൾ തന്നെ ഒരു ലേഡി ഇങ്ങനെ കുളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അതിലോട്ട് ചാടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുന്നില്ല. അപ്പോഴത്തേക്കും എടുത്ത് ചാടുകയാണ്. ചാടുമ്പോഴത്തേക്കും അങ്ങോട്ട് ആ ബോഡി മൊത്തം പൊട്ടിത്തെറിക്കുകയാണ്. അതെങ്ങനെ അറിയത്തില്ല, എങ്ങനെയൊക്കെ അത് ബോഡി മൊത്തം പൊട്ടിത്തെറിച്ച് അവിടെയെല്ലാം ചോരയിട്ടൊക്കെ ഒരു തരത്തിലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതെങ്ങനെ സംഭവിച്ചെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ഹീറോ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവൻ്റെ മകനെ എണീപ്പിക്കും. എന്നിട്ട് പറയും, "നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകണം, പുറത്തൊരു സ്ത്രീ അല്ലെങ്കിൽ വേണ്ട പറയുന്നില്ല, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകണം" എന്ന് പറഞ്ഞിട്ട് അവർ അടുത്തുള്ള വേറൊരു മോട്ടലിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് പറയും, "ഇന്ന് നമുക്ക് ഇവിടെ താമസിക്കാം, അതിനുശേഷം എന്തായാലും നിന്നെ പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടാക്കാം" എന്നിങ്ങനെ അവനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മോൻ ഉണ്ടല്ലോ, അവൻ പറയും, "അല്ല അച്ഛാ, എന്താ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, "അതൊന്നുമില്ല മോനെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വളർത്തുന്ന ഒരു ആൻറ്റി ഉണ്ട്, അപ്പോൾ ആ ആൻറ്റി പെട്ടെന്ന് മരിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്" പറയുമ്പോൾ ഇവനാണെങ്കിലും പറയും, "എനിക്ക് അമ്മയുടെ ഒപ്പം നിൽക്കാൻ തീരെ താല്പര്യമില്ല, എനിക്കും അച്ഛൻ്റെ ഒപ്പം വീട്ടിലോട്ട് വരണമെന്നുണ്ട്" എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ആണെങ്കിലും വേറെ വഴിയില്ലാതെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് അവരിന്ന് ആ മോട്ടലിൽ എന്താ പറയുക താമസിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവൻ എണീക്കുമ്പോഴത്തേക്കും തൻ്റെ മോനെ കാണാനില്ല. ഇവനാകെ പേടിച്ചിട്ട് അവിടെ എല്ലാം ഇങ്ങനെ തിരയുന്നുണ്ട്. അപ്പോഴത്തേക്കും തൻ്റെ മോൻ എന്താ പറയുക പുറത്ത് നിന്ന് ഇങ്ങനെ അകത്തോട്ട് വരും. അവൻ എന്തോ പുറത്തോട്ട് പോയതാണ്. എന്നിട്ട് അകത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒന്ന് ആശ്വാസമാവുന്നത്. അതിനുശേഷം ഇവർ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് അങ്ങനെ എവിടേക്ക് പോവുകയാണ്, അതായത് ആ വീട്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവൻ താമസിച്ചിരുന്ന വീടുണ്ടല്ലോ, അവിടോട്ട് ഇങ്ങനെ പോവുകയാണ്. അവിടേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഇതുണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലർ ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് വന്നിട്ട് ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പേരും അതുപോലെ തന്നെ ബില്ലിൻ്റെ കൂടി ഇങ്ങനെ അന്വേഷിക്കും. അപ്പോഴത്തേക്കാണ് ഇവൻ്റെ മോനിങ്ങനെ ഡൗട്ടാണ്, അതായത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവർക്ക് സഹോദരങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ബില്ലിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഇവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ഇവർ എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക വീട്ടിനകത്തോട്ട് ഇങ്ങനെ കയറുകയാണ്. അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഈ പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണിങ്ങനെ ഹീറോയിനോട് പറയുന്നുണ്ട്, എന്താ അറിയത്തില്ല, ഈ വീടിന് ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ദുരൂഹമായിട്ട് ഇങ്ങനെ മരിക്കുന്നു. ഒരാൾ എന്താ പറയുക പുല്ല് വെട്ടുന്ന മിഷീൻ്റെ അടിയിൽ പെട്ട് മരിക്കുന്നു. അതിനുശേഷം എന്താ പറയുക, ഒരാൾ ഒരു ആവി പിടിക്കുന്ന സാധനം പൊട്ടിത്തെറിച്ചിട്ട് മരിക്കുന്നു. എന്താ അറിയത്തില്ല, ഇങ്ങനെ മരിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ശരി, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ പെണ്ണിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, "അല്ല, ഞാനിവിടെ പണ്ടൊരു പാവക്കുട്ടിയായിട്ട് കളിച്ചിരുന്നു, ഒരു കുരങ്ങൻ്റെ പാവക്കുട്ടിയായിട്ട് കളിച്ചിരുന്നു, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോ" ചോദിക്കുമ്പോൾ ഈ പെണ്ണാണെങ്കിലും പറയും, അതൊന്നും ഇവിടെ ഇല്ല, ഞങ്ങളിവിടെ മൊത്തം ക്ലീൻ ആക്കിയതാണ്, അങ്ങനെ ഒരു പാവയൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല" എന്ന് പറയും. എന്നിട്ട് ഒരു റൂം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പറയും, "ആ റൂം തുറക്കണ്ട" എന്ന് പറയുമ്പോൾ ആ ലേഡി പറയും, "ഇത് ജസ്റ്റ് ഒരു റൂമല്ലേ, എന്താ തുറന്നതെന്ന്" പറയുമ്പോൾ, "അല്ല, എന്താ അറിയത്തില്ല, എനിക്കെന്തോ ഒരു ബാഡ് പോലെ അടിക്കുന്നു, ആ റൂം ഇപ്പോൾ തുറക്കണ്ട" എന്ന് പറയുമ്പോൾ, "ഒന്ന് പോയ മിസ്റ്റർ" എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ആ റൂം ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുന്നതും അതിൻ്റെ ഉള്ളിലൊരു ഷോട്ട് ഗൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വന്ന് വീണിട്ട് ഈ പെണ്ണിൻ്റെ മൊത്തത്തിൽ ചിന്നിച്ചെതറുകയാണ്. എന്താ പറയുക, അവൻ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് മൊത്തം ചിന്നിച്ചെതറുകയാണ്. അത് മാത്രമല്ല, ആ പെണ്ണിൻ്റെ വിരൽ ഹീറോയുടെ വായിലാണ് പിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം കറിഞ്ഞിട്ട് ഇപ്പോൾ പോലീസുകാരെല്ലാം വന്ന് ഇപ്പോൾ നമ്മുടെ ഹീറോയോടെല്ലാം ചോദ്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം അവർ പോയതിന് ശേഷം
ഹീറോ അവിടെ മൊത്തം തിരയാണ്. ആ പാവം അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ മൊത്തത്തിൽ തിരയാണ്. പക്ഷെ അവന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം തന്നെ അവന് ഫോൺ കോൾ വരികയാണ് ബില്ലിനെ പറ്റിയിട്ട്. അപ്പം തന്നെ ഇവൻ ചിന്തിക്കുന്നുണ്ട്, ബിൽ എങ്ങനെ നീ കറക്റ്റ് സമയത്ത് വിളിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താ പറയുക, ഞാൻ ആ പാവനെ അവിടെ മൊത്തം അന്വേഷിച്ചു, പക്ഷേ ആ പാവനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ബില്ലാണെങ്കിലും പറയും, അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പോൾ ഒരു മോട്ടലിൽ പോയി താമസിക്കുക, അതിനുശേഷം ഞാൻ നിനക്കൊരു സിഗ്നൽ തരാം, അപ്പോൾ നീ അവിടേക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും പറയും, ബിൽ നീ ഇപ്പോൾ എവിടെ നിന്ന് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ബില്ല് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ നിന്ന് ഇങ്ങനെ നമ്പറെല്ലാം ചെക്ക് ചെയ്തിട്ട് അവൻ്റെ അനിയൻ്റെ നമ്പർ ഇങ്ങനെ എടുക്കുകയാണ്. ബില്ലിൻ്റെ നമ്പർ ഇങ്ങനെ എടുത്തിട്ട് അതിലോട്ട് കോൾ ചെയ്യാണ്. കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബില്ല് വളരെ വിചിത്രമായിട്ടൊരു പ്രാന്തനെ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇപ്പോൾ ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും ഇവനാണ് കാരണം. കാരണം ആ പാവ ഇപ്പോൾ അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവൻ്റെ കയ്യിൽ ആ കീ ഉണ്ട്. അപ്പോൾ അവനാണ് ആ കീ പലവട്ടം ഉപയോഗിച്ച കാരനാണ് ഇപ്പോൾ എന്താ പറയുക, ആൻറ്റി മരിച്ചതും, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്ന ലേഡി മരിച്ചതും, അതുപോലെ തന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ വീണ പെണ്ണ് മരിച്ചതൊക്കെ ഇവൻ യൂസാക്കിയ കുറേ നേരം ആ കീ ഇട്ട് യൂസാക്കിയത് കൊണ്ടുമാണ്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ബില്ലുണ്ടല്ലോ, ബില്ലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ പാവയെ കൊണ്ടിട്ടല്ലോ, ആ കിണറ്റി കൊണ്ടിട്ടല്ലോ. അതിന് ശേഷം നമ്മുടെ ബില്ലുണ്ടല്ലോ, ബില്ല് മാത്രം കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും അന്വേഷിച്ചിറങ്ങുകയാണ്. അതായത് ആ പാവയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് അവിടെ എല്ലാം അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ ആ പാവയെ മാത്രം കിട്ടുന്നില്ല, പകരം അതിൻ്റെ ആ കീ ഉണ്ടല്ലോ, ആ ചാവി മാത്രമേ അവൻ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. അങ്ങനെ അവൻ ആ ചാവി എടുത്തിട്ട് പോരുകയാണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ട് അവൻ ആ പാവയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മറ്റാളുണ്ടല്ലോ, ആ പാവയെ വാങ്ങിച്ച ആൾ, ആ കുളിക്കാത്ത ചങ്ങായി, റിക്കി എന്നാണ് അവൻ്റെ പേര്. അവൻ ഈ പാവയെ ഒരു സ്ഥലത്ത് വിൽക്കാട്ടിരിക്കുന്നത് നമ്മുടെ ഹീറോ അല്ല, നമ്മുടെ ബില്ല് കാണുകയാണ്. അങ്ങനെ ആ ബില്ല് ആ പാവയെ വാങ്ങിച്ചിട്ട് അവൻ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അതിന് ശേഷം നമ്മുടെ ബില്ലാണ് എന്താ പറയുക, ആ പാവ വർക്കാവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആ ചാവിയിട്ട് തിരിച്ചിട്ട് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ആ മറ്റാളുണ്ടല്ലോ, ആ റിക്കി, നമ്മുടെ ആ കുളിക്കാത്ത ചങ്ങായി, ആ റിക്കി. അപ്പോൾ റിക്കി വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് അവൻ അറിയാണ്, ഈ പാവയ്ക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്നുള്ള പറ്റിയിട്ട് റിക്കി എങ്ങനെയൊക്കെ അറിയുന്നു. അതിന് ശേഷം അവൻ തിരിച്ച് വാങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ബില്ലിനും ഈ പവറിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് അവൻ തിരിച്ച് കൊടുക്കുന്നില്ല. അതിന് ശേഷം നമ്മുടെ ആ റിക്കി ഉണ്ടല്ലോ, റിക്കി അവൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ പറയുക, അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഗണ്ണുണ്ട്, ഒരു ഷോട്ട് ഗണ്ണ്. ആ ഷോട്ട് ഗണ്ണ് എടുത്തിട്ട് അവൻ എങ്ങോട്ടോ പോവുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ഇപ്പോൾ തൻ്റെ മോനെയായിട്ട് ഇപ്പോൾ എന്താ പറയുക, മോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നുണ്ട് അവനോട്, ഞാൻ എന്തായാലും നിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും വലിച്ചിടുന്നില്ല, ഞാൻ നാളെ തന്നെ നിൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാൻ പോവാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ മോൻ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയാൽ അവരെന്നെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എന്നെ കാണണ്ടല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇവർ എന്താ പറയുക, ആ മോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്താ പറയുക, അപ്പോഴത്തേക്കും നമ്മുടെ ബില്ല് നമ്മുടെ ഹീറോനെ വിളിക്കുന്നുണ്ട്. ഹീറോനെ വിളിക്കുമ്പോഴത്തേക്കും നമ്മളെ ഹീറോ കോൾ എടുത്തിട്ട് ബില്ലിനോട് പറയും, ബിൽ, നീ ഇപ്പോൾ വളരെ ഒരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം നിൻ്റെ കയ്യിൽ ആ പാവയുണ്ട്, നീയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നീ ഓരോ വട്ടം ആ കീ തിരിക്കുമ്പോഴും ഓരോ പാവപ്പെട്ടവരാണ് മരിക്കുന്നത് എന്നെല്ലാം അങ്ങനെ പറയുമ്പോൾ ബില്ല് പറയും, അത് ശരി, നീ ഒക്കെ അറിഞ്ഞില്ലേ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ മകനായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് നീ വാ, എന്നിട്ട് നിൻ്റെ മകൻ തന്നെ ആ ചാവിയും തിരിക്കട്ടെ. എന്തായാലും നിൻ്റെ മകനൊന്നും സംഭവിക്കത്തില്ല, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം, അല്ലെങ്കിൽ നീ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഓരോ വട്ടം തിരിച്ചു തുടങ്ങും, അങ്ങനെ ഓരോ പാവപ്പെട്ടവരായിരിക്കും മരിക്കുക എന്നെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ റിക്കി ഉണ്ടല്ലോ, മറ്റാൾ, പാവയെ ആദ്യം കൊണ്ടു കൊടുത്ത ആൾ, അങ്ങനെ അയാൾ എന്താ പറയുക, പെട്ടെന്ന് ഇതിലോട്ട് വരികയാണ്, അതായത് ഹീറോയുടെ റൂമിലോട്ട് വരികയാണ്, ഗണ്ണെല്ലാം കാണിച്ചിട്ട് വരികയാണ്. എന്നിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ ഇതുണ്ടല്ലോ, നമ്മുടെ ബില്ലിൻ്റെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊന്നെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, അതെ, ബില്ലുണ്ടല്ലോ, ബില്ലിൻ്റെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ളൊരു സാധനമുണ്ട്, അത് പോയിട്ട് എടുത്തിട്ട് വരാം, അത് സാധാരണ ഒരു പാവയല്ല, അതൊരു രാക്ഷസ പാവയാണ് എന്നെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ റിക്കി നമ്മുടെ ഹീറോയുടെ മകനോട് പറയാണ്, നീ പോയിട്ട് ആ പാവ എടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ എൻ്റെ കയ്യിരിക്കുന്ന ഗണ്ണുണ്ടല്ലോ, ഇതിലെ ബുള്ളറ്റ് നിൻ്റെ അച്ഛൻ്റെ തലയോടെ ആയിരിക്കും കയറുക എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ അവനാണെങ്കിലും വേറെ വഴിയില്ലാതെ അവൻ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് അവൻ ചവിട്ടുമ്പോഴത്തേക്കും ബാക്കിൽ നിന്നൊരു മഴ പോലത്തെ സംഭവം അവൻ്റെ ഇടിക്കുകയാണ്. അതായത് ബില്ലിയുടെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇവൻ എന്താ പറയുക, ബില്ലിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ബില്ലിങ്ങനെ ആ പാവയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത്, ഞാൻ പറയുന്ന പോലെ ചെയ്തോളാം, ഞാൻ പറയുന്ന ആളെ നീ കൊന്നോളണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ബില്ലി ഇവനെ കാണുകയാണ്. കണ്ടിട്ട് ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ആ പാവയെ കൊടുത്തിട്ട് പറയുകയാണ്, നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും ഇതിൻ്റെ ചാവി തിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീയും ഇത് തിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് തിരിപ്പിക്കുകയാണ്. അങ്ങനെ ഇവരിതിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കാറിലെ സീൻ കാണിക്കുമ്പോഴത്തേക്കും കാറിൽ നമ്മുടെ റിക്കി ഉണ്ടല്ലോ, റിക്കി അവൻ്റെ ഗണ്ണും പിടിച്ച് ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ ഗണ്ണ്
എങ്ങനെയൊക്കെ അങ്ങോട്ട് പൊട്ടുകയാണ്. അതവൻ്റെ കയ്യിലിരുന്നിട്ട് എങ്ങനെ കൊണ്ട് പൊട്ടിയിട്ട് അതിലത്തെ ബുള്ളറ്റ് ഉണ്ടല്ലോ, അതിലത്തെ ബുള്ളറ്റ് പോയിട്ട് ഒരു തേനീച്ചക്കൂടുണ്ട് അവിടെ. അങ്ങനെ ആ തേനീച്ചക്കൂടുമ്മ പോയിട്ട് ഹിറ്റ് ചെയ്യാണ്. ഹിറ്റ് ചെയ്തിട്ട് അതിലത്തെ തേനീച്ചകളുണ്ടല്ലോ, തേനീച്ചകൾ വളരെ കൂട്ടമായിട്ട് ആ കണ്ണാടിയെല്ലാം പൊട്ടിച്ച് ഇവൻ്റെ വായിലൂടെ വന്ന് കയറുകയാണ്. അങ്ങനെ അടച്ച് കൊല്ലുകയാണ്. ഒരു ജാതി സീനാണിത്. അങ്ങനെ കൊന്നിട്ട് അവൻ ചാടി തിരിച്ചപ്പോൾ ഇവനാണ് മരിച്ചത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഇവർ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ റിക്കി ഉണ്ടല്ലോ, അല്ല ബില്ല് ഇവരെ കൊണ്ടുവരാൻ വേറൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിനെ അറിയാം, ഹീറോ ആ ചാവി തിരിച്ചുകൊണ്ടാണ് തൻ്റെ അമ്മ മരിച്ചതെന്നുള്ള കാര്യം ബില്ലിനെ അറിയാം. അപ്പോൾ ആ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബില്ല് ഈ പാവയുടെ ചാവി ഇത്രയും കാലം തിരിച്ചത്. പക്ഷേ ഹീറോ മാത്രം മരിക്കുന്നില്ല, ബാക്കി ഓരോരുത്തരിങ്ങനെ മരിക്കുകയാണ്. അതുകൊണ്ട് ഹീറോ തിരിച്ചതുകൊണ്ടാണല്ലോ അവൻ്റെ അമ്മ മരിച്ചത്. അതുകൊണ്ട് ഹീറോയുടെ മകൻ ഈ ചാവി തിരിച്ചു കഴിഞ്ഞാൽ ഹീറോ മരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മുടെ ബില്ല് നമ്മുടെ ഹീറോൻ്റെ മകനെ കൊണ്ട് തിരിപ്പിച്ചത്. പക്ഷേ ഹീറോ മാത്രം മരിച്ചില്ല, ബാക്കി എല്ലാവരും മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേഷ്യം കൊണ്ട് നമ്മുടെ ബില്ലുണ്ടല്ലോ, ബില്ലി മങ്കിയോട് ഇങ്ങനെ പറയാണ്, ഞാൻ നിന്നോട് എന്താടാ പറഞ്ഞത്, ഞാൻ പറയുന്ന ആളല്ലല്ലോ നീ കൊല്ലുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കണത്, അടിക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൈ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു അവസരത്തിൽ നമ്മുടെ ബില്ലിനെ പോലും തട്ടി തെറിപ്പിക്കുകയാണ്. അതിൻ്റെ കൈ തട്ടി തെറിപ്പിച്ചിട്ട് നമ്മുടെ ബില്ലിനെ തെറിപ്പിച്ചിടുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ പാവേനെ നമ്മുടെ ബില്ല് ഇപ്പോൾ നല്ല വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ആ പാവ സാധാരണ മെല്ലെയാണ് ആ ഡ്രംസ് അടിക്കാറ്. പക്ഷേ ഇത്തവണ നല്ല സ്പീഡിലാണ് അത് അടിക്കുന്നത്. നല്ല ഫാസ്റ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബില്ലിന് എന്തോ ഒരു പന്തികേട് തോന്നും, താൻ എന്തോ ഒരു തെറ്റ് ചെയ്തതെന്ന് ഇങ്ങനെ തോന്നും. അപ്പോൾ തന്നെ നമ്മുടെ ആ ഗ്രാമത്തുണ്ടല്ലോ, ആ ഗ്രാമത്തിൽ നിന്ന് കുറേ പേരുടെ കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്. കുറേ പേരിങ്ങനെ ചീറി വിളിക്കുന്ന കരച്ചിലുകൾ കേൾക്കണം. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല കുറേ ആൾക്കാർ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ടാണ് കുറേ പേര് മരിച്ചിട്ട് വീഴുന്നത്. അങ്ങനെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ കയറി വരുന്നുണ്ട്. ഹീറോ കയറി വരുമ്പോൾ തന്നെ ബില്ലിങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയാം നമ്മളെ അമ്മയെ കൊന്നത് നീയാന്നുള്ള കാര്യം, അതുകൊണ്ട് തന്നെ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആ ചാവി തിരിച്ചത്. പക്ഷെ നീ മാത്രം മരിക്കുന്നില്ല. അതുമാത്രമല്ല നിൻ്റെ മകനെ കൊണ്ട് ഞാൻ തിരിപ്പിച്ചത് നീ ചാവാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ നീ മാത്രം മരിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ, എന്നിട്ട് പറയും നീയല്ലേ നമ്മളെ അമ്മയെ കൊന്നത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതൊന്നും എനിക്കറിയത്തില്ല, അന്ന് ഞാൻ ചെറുതല്ലേ, എനിക്കറിയത്തില്ലല്ലോ ഇതിൻ്റെ ചാവി തിരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം. ഇവർ തമ്മിൽ ട്വിൻസാണ്, അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു ബോണ്ടുണ്ട്, ഒരു ബ്രദർഹുഡ് ബോണ്ടുണ്ട്. അതുകൊണ്ട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് സോൾവ് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ച് സോൾവ് ചെയ്യാണ്. അങ്ങനെ ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെയുള്ളൊരു കനോണുണ്ട്, എന്താ പറയുക, ഒരു കനോൺ പോലെ സംഭവമുണ്ട്. ആ കനോണിലോട്ടൊരു ബോൾ വന്നിങ്ങനെ വീണിട്ട് നമ്മുടെ ബില്ലിൻ്റെ തലയ്ക്ക് വന്ന് അടിക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ ബില്ല് ചിഹ്നമായിട്ട് പിളരുകയാണ്. അത് എന്ത് ബോളാണെന്നറിയുമോ? നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സീനിൽ കാണിച്ചപ്പോൾ ഒരു ബോൾ ഉണ്ടായില്ലേ, അതായത് ഹീറോൻ്റെ തലയ്ക്ക് അടിക്കാൻ നോക്കിയ ഒരു ഇരുമ്പ് ബോൾ, ആ ബോൾ വെച്ചിട്ടാണ് ഇപ്പോൾ ബില്ലിൻ്റെ തലയ്ക്ക് വന്ന് അടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ ഹീറോൻ്റെ മകനും കൂടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. പോകുമ്പോൾ തന്നെ പോകുന്ന വഴിയിൽ ഒരുപാട് പേര് മരിച്ചു കിടക്കുന്നതെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവരുടെ സീറ്റിൻ്റെ ബാക്കിൽ തന്നെ ആ പാവയും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇവരിങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ആത്മാവ് ഇങ്ങനെ ഒരു കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. ഇതാരാന്ന് നമുക്കറിയത്തില്ല. ഇനി ഇയാളുടെ പാവയാണോ അത് അറിയത്തില്ല, നമുക്ക് ഒരു പക്ഷേ ആയേക്കാം, പക്ഷെ നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു സ്കൂൾ ബസ് ഇങ്ങനെ ഇവരുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിലൂടെ കുറേ കുട്ടികളിങ്ങനെ പുറത്തേക്ക് തലയൊക്കെ വളരെ ചില്ലായിട്ട് ഇങ്ങനെ ജോയ് അടിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ട്രക്ക് വന്നിട്ട് പാസ് ചെയ്യുന്നതും ഇവരുടെ തലയെല്ലാം അറ്റുപോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരെല്ലാവരും മരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്നറിയത്തില്ല, അവരെല്ലാവരും മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ പാവ കളി തുടങ്ങി വെച്ചിട്ടുള്ളൂ, ഇനിയാണ് കളി ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇനി ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും ഇറക്കിയാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇത് ആരുടെ പാവയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ബെല്ലൈക്കൻ ഓടി സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ ഗായ്സ്.